everyone, welcome back to my YouTube channel. So, ഞാൻ ചേച്ചി വന്ന സമയത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ചേച്ചി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കമൻസിൻ്റെ അടിയിൽ കാണുന്നുണ്ടായിരുന്നു അത് എപ്പോഴാണ് ആ വീഡിയോ വരുന്നത് അപ്പം ഇപ്പോഴാണ് ആ വീഡിയോ വരുന്നത്, ഇതാണ് ആ വീഡിയോ ഗൈസ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ പൊഞ്ചി നേരെ എത്തിക്കഴിഞ്ഞ് ഓൾസോ എനിക്ക് പറയാനുള്ള വേറെ കാര്യം, ഞാനിങ്ങനെ പൊന്നു ചേച്ചി എന്ന് വിളിച്ച് അത് ഒറ്റയടിക്കായി പോയതാണ് പൊഞ്ചി. അപ്പം പൊഞ്ചിനെ ആണെങ്കിലും പുറത്തുനിന്ന് കാണുന്ന സമയത്ത് പൊഞ്ചി പറയും അയ്യോ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പൊഞ്ചി എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഷോ എന്നുള്ള രീതി പൊഞ്ചിക്കായി പോകുന്നു, ഇങ്ങനെ പെട്ടെന്നൊരു നാണമൊക്കെ വന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, ചേച്ചി എൻ്റെ അടുത്തൊന്ന് പറയാറുണ്ട്, പൊഞ്ചിയോട് പോയി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങളോടൊക്കെ ഒത്തിരി അധികം ഉമ്മാസും സ്നേഹമൊക്കെയാണ് കേട്ടോ, ശരിക്കും ലൈക്ക് ജെന്യുവൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പൊഞ്ചി വന്ന സമയത്ത് ആക്ച്വലി അന്ന് വീടെത്തി അപ്പം തന്നെ പെട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ എന്തൊക്കെയാണുള്ള എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് ഭയങ്കര ഞാൻ നിങ്ങളോട് പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊഞ്ചി ഇപ്പം ഇന്ന് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഓർത്ത് ഞാൻ ആക്ച്വലി ചേച്ചിയുടെ കൂടെ ഈ വീഡിയോ ചെയ്യാം, ചേച്ചി പറഞ്ഞു തരട്ടെ കാര്യങ്ങൾ എന്നുള്ളത്. ബിക്കോസ് എനിക്ക് ഈ ഐറ്റംസാണ് കാണിക്കാനുള്ളത്. ഈ ഐറ്റംസിനകത്തുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലൈക്ക് ഡീറ്റെയിൽഡ് വേർഷൻ എനിക്കറിയുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് ചേച്ചിക്കാണ് അറിയാവുന്നത്. പക്ഷെ പൊഞ്ചിക്ക് ഇന്ന് വരാനുള്ളൊരു വീഡിയോയിൽ വരാൻ പറ്റാത്തത് കൊണ്ടാണ്, പൊഞ്ചി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ചേച്ചി ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഗൈസ്. അപ്പം വന്നപ്പോൾ തന്നെ പെട്ടിയൊക്കെ പൊട്ടിച്ച് ഫുൾ അലമ്പായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചായിരുന്നു ഇത് നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം എന്നുള്ള രീതിയിൽ. അപ്പം നമുക്കങ്ങ് തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഐറ്റംസ്, എന്തൊക്കെയാണ് പ്രൊഡക്ട്സ്. ആൻഡ് ഓൾസോ അവൾ പറയാൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾസോ എനിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനുണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര ബ്രാൻഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. ഓക്കെ, ഭയങ്കര ബ്രാൻഡിൻ്റെ പുറകെ നടക്കുന്ന ഒരാളല്ല. എനിക്ക് ലൈക്ക് എന്താണോ എനിക്ക് നല്ലത് ഉള്ളത്, അതിപ്പോൾ 100 രൂപയുടെ സാധനമാണെങ്കിലും 5000 രൂപയുടെ സാധനമാണെങ്കിലും 5000 രൂപ ഞാൻ വെറുതെ പറഞ്ഞിട്ടോ, ഞാൻ അത്രയും പൈസ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആളല്ല. എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആളല്ല. ഞാൻ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താണോ എടുക്കാനുള്ളത് അത് പോയി എടുത്തിട്ട് നേരെ ഇറങ്ങുന്ന ഒരാളാണ്. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ പരന്ന് നടന്ന് എല്ലാ കടയിലും കയറി എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ എൻ്റെ അമ്മ നല്ല ഷോപ്പിംഗ് പേഴ്സണാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇറങ്ങി ഷോപ്പ് ചെയ്യാനൊക്കെ. അമ്മയ്ക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഇപ്പോൾ ഭയങ്കര ബ്രാൻഡ് അങ്ങനെതിനെക്കാട്ടും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മേ ബി ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊഞ്ചി കുറച്ച് പെർഫ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പെർഫ്യൂം ഞാൻ ഓൾറെഡി പൊട്ടിച്ചായിരുന്നു, കാരണം ഞാനിത് യൂസ് ചെയ്തു ഗൈസ് ഓൾറെഡി. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പെർഫ്യൂം. അപ്പം ഒരു മിനിറ്റ് എടുക്കട്ടെ. ഇങ്ങനെയാണ് പെർഫ്യൂം ഇരിക്കണത്, കണ്ടില്ലേ? ഇതിൻ്റെ മണം ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പൊഞ്ചി ഒരു 3-4 പെർഫ്യൂം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം അപ്പനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്പയ്ക്ക് കൊടുത്ത പെർഫ്യൂമാണ്. അത് ഞാൻ മിക്കവാറും തട്ടിയെടുക്കും, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പപ്പയ്ക്ക് കൊടുത്ത പെർഫ്യൂം മൊത്തം ഞാനാണ് എടുത്തത്. ഞാൻ കൊച്ചിയിലോട്ടും കൊണ്ടുപോയിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഞാനാണ് ഫുൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെ മണമാണെങ്കിലും ഒരു നല്ല നമ്മൾക്കിങ്ങനെ നമ്മുടെ മേത്ത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മണം പോകത്തില്ല. അപ്പം നമ്മൾ വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല പോലെ ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഞാൻ ഓർത്തു, ഞാൻ പറഞ്ഞു ഞാൻ എടുക്കും കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇതാണ് എനിക്ക് തന്ന പെർഫ്യൂം. പിന്നെ ഉള്ള പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബുഗാട്ടി, ഇതാണ് വേറൊരു പെർഫ്യൂം. നമുക്ക് തുറക്കാം. ദിസ് വൺ കണ്ടോ, ഇതിൻ്റെ ലുക്ക് നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് മണത്തോക്കാം. ഇതെങ്ങനെയാണ് ഗൈസ്? ഞാനാണെങ്കിൽ ഇങ്ങനെ തുറക്കാൻ വേണ്ടി നോക്കും, പക്ഷെ ഇതിങ്ങനെയാണ് തുറക്കുന്നത്, ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ കൈ ഓക്കെ, അയ്യോ നോക്കട്ടെ. ഇതാണ് അപ്പന് കൊടുത്തതെന്ന് തോന്നുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാണ് പപ്പയ്ക്ക് കൊടുത്ത പെർഫ്യൂം. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേസ്. എനിക്ക് തന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടമായത് ഇതാണ്. അപ്പം ഞാൻ മിക്കവാറും ഇത് എടുക്കും, കാരണം ഇത് നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ലാണ്. ഭയങ്കര നല്ല എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആഡിലൊക്കെ കണ്ടിട്ടില്ലേ, ആൾക്കാർ നടക്കുന്നു അപ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ മണത്തോണ്ട് പോകുന്നു, ആ ഒരു വൈബിലുള്ളൊരു മണമാണ്. കാരണം നല്ല സ്മെല്ലാണ്, നല്ല അട്രാക്റ്റീവ് സ്മെല്ലാണ്. അപ്പം ഞാൻ മിക്കവാറും ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ പപ്പ എനിക്ക് തരും, പക്ഷേ പൊഞ്ചി എനിക്ക് തരുമെന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വേറൊരു പെർഫ്യൂം. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം.
നിങ്ങൾക്കെല്ലാം ഞാൻ തുറന്ന് കാണിച്ചു തരും ഗൈസ്. നിങ്ങളല്ല എൻ്റെ എല്ലാം ഞാൻ തുറന്ന് കാണിച്ചു തരും. ഇതൊരു കുഞ്ഞി പെർഫ്യൂമാണ് കേട്ടോ. ലൈക്ക് സൈസ് വൈസ് നോക്കുമ്പം ഇത് ജസ്റ്റ് എത്ര എം എൽ ആ 40 ml ആണുള്ളത്. ഞാൻ 200 എന്നൊക്കെ പറയാൻ പോയായിരുന്നു, അടിച്ചു കൊന്നിരുന്നു നിങ്ങൾ. അപ്പം ഇതാണ് വേറൊരു പെർഫ്യൂം. ഇത് നമുക്ക് അമ്മയാണെന്ന് തോന്നുന്നു എടുത്തത്. ഇതാണെങ്കിൽ ഭയങ്കര ഒരു ഫെമിനൈൻ മണമാണ്. ഭയങ്കര ഫെമിനൈൻ ആയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ഓർഡർ തന്നെയാണ് ഈ സ്മെല്ല്. ഇത് ഐ തിങ്ക് അമ്മയ്ക്കാണ് എടുത്തേക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും ഗൈസ്. ആർക്ക് കൊടുത്താലും ഞാൻ എന്തായാലും എടുത്ത് ഉപയോഗിക്കും. ഇവരുടെ ആരുടെയാണെങ്കിലും ഞാൻ എടുത്ത് ഉപയോഗിക്കും. അതിനൊരു ഒരു ഒരു സേ ഒരു മിനിറ്റ് അതിനൊരു സേ ഒന്നും ഇല്ല. അതുകൊണ്ട് അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇത് ഗെസ് സെഡക്റ്റീവ് റെഡ് എന്നൊക്കെ. ഗെസ് സെഡക്റ്റീവ് റെഡ് എന്ന് ഇവിടെ ആർക്കാണ് സെഡ്യൂസ് ചെയ്യപ്പെടേണ്ടത്? ഇത് എന്തിനാണ് പൊഞ്ചി മേടിച്ചുകൊണ്ട് വന്നത്? സെഡക്റ്റീവ് റെഡ് എന്നൊക്കെ. നോക്കട്ടെ സെഡ്യൂസ് ആവുന്നുണ്ടോ നോക്കണമല്ലോ. ഓക്കെ, എല്ലായിടത്തും ആയി. ഓക്കെ, ഇതൊരു നല്ല മണമാണ് പക്ഷെ കുറച്ച് സ്ട്രെങ്ത് കുറവായിട്ടുള്ളൂ. ഇത് ബോഡി മിസ്റ്റ് പോലെയാണ്, ഇൻ ദ സെൻസ് ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പം ഇപ്പം നിങ്ങൾ പറയുന്ന ആളോ ഞാൻ കുളിക്കാറുണ്ടോ നനവാറുണ്ടോന്നൊക്കെ. അപ്പം ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ മേ ബി ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സ്മെല്ലായിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഞാനത് കുളിക്കരുത് എന്നല്ല പറയുന്നത്, ഇനി അത് പറയരുത്, ഞാൻ കുളിക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ള. കുളിക്കണം ഗൈസ്, ആവശ്യമുള്ള സമയത്തൊക്കെ കുളിക്കണം. ആൻഡ് തല എല്ലാ ദിവസവും കുളിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. തല എല്ലാ ദിവസവും കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുട്ടയാവും. ഓക്കെ, അതാണ് നമ്മുടെ പെർഫ്യൂം സെക്ഷൻസ്. പെർഫ്യൂം സെക്ഷൻ അതാണ്. പിന്നെ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറിലേക്ക് വന്നാലോ. ഇനി കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിനിമലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മിനിമലിസ്റ്റ് ഇല്ലേ, ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചായിരുന്നേ. മിനിമലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ മിനിമലിസ്റ്റിലെ ഗ്ലൈക്കോളിക് ആസിഡ് എനിക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഞാൻ അല്ലാണ്ടാണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പം പൊഞ്ചി എന്നോട് പറഞ്ഞത് പൊഞ്ചി ഇത് യൂസ് ചെയ്തിട്ട് പൊഞ്ചിക്ക് ഭയങ്കര നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞായിരുന്നു. എൻ്റെ ഓൾറെഡി ഇപ്പോൾ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു വൈ നോട്ട് പൊഞ്ചിയുടെ കുറഞ്ഞാന്ന് നോക്കാം. കാരണം പൊഞ്ചിക്ക് ഒരിടയ്ക്ക് ഫുൾ ഇവിടെ കുരു വന്നായിരുന്നു, നെറ്റിയിലും മൊത്തം കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കറുപ്പ് പാടുകളൊക്കെ കുറേയൊക്കെ കുറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് ചിലപ്പോൾ ഇഷ്ടമാവും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്ത് തന്നത്. പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് ഓർത്താണ്. അപ്പം ഇതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഇതിവിടെയും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, അല്ലേ? ഇതിവിടെയും കിട്ടും. മിനിമലിസ്റ്റൊക്കെ ഇവിടെ പിന്നിലാണ്. മിനിമലിസ്റ്റ് ഇവിടെ കിട്ടാണ്ട് പിന്നെ അവിടെ പോയാൽ. പക്ഷെ പണ്ട് ഓർഡിനറി ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഇവിടെ കേരളത്തിൽ കിട്ടത്തില്ലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഐ തിങ്ക് കോവിഡ് സമയമാണോ എപ്പോഴും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്. പക്ഷേ എപ്പോഴും കേരളത്തിൽ കിട്ടത്തില്ലായിരുന്നു, പിന്നെയാണ് കിട്ടാൻ തുടങ്ങിയത്. അപ്പം ഇതാണ് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ലൈക്ക് ഫ്യൂ ഡേയ്സ്, മേ ബി എ വീക്ക് ആയിട്ടുണ്ടാവുമായിരിക്കും. അത്രയാണ് അയക്കുന്നത്. ഇതാണ് ഒരു സ്കിൻ കെയർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓർഡിനറിയുടെ ഒരു വൈറലായിട്ട് നമ്മുടെ എപ്പോഴാണ് കൊറോണയുടെ സമയത്ത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നമ്മൾ റെഡ് പീൽ ഓർമ്മയില്ലേ, ബ്ലഡ് റെഡ് ആയിട്ടുള്ള ഒരു പീലാണ്. അത് നമ്മൾ മുഖത്ത് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ സാധനമാണ് ഇത് ബ്ലഡ് പീലോ എന്താണ് എൻ്റെ പേര്, ഡയറക്റ്റ് ആസിഡ് AHA 30%, BHA 2%, പീലിംഗ് സൊല്യൂഷനാണ്. 10 minute എക്സ്ഫോളിയേറ്റിംഗ് ഫേഷ്യൽ. ഇത് കണ്ടോ, റെഡായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ തന്നെയാണ് ഈ പ്രൊഡക്റ്റും. ആൻഡ് ഇത് ഇടുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കണത് കണ്ടോ. ആൻഡ് ഇതിടുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇത് മേടിക്കാൻ പ്ലാനിങ്, ഞാനിത് ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഇന്ന് ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇന്ന് എനിക്ക് ചെയ്യാനൊരു മൂഡുണ്ട്, അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുഖത്തിടുന്നതിന് പകരം എവിടെയെങ്കിലും സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ, നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ എവിടെയാണ് എനിക്ക് ഐ തിങ്ക് ഇവിടെ എന്താണ് ഇട്ട് നോക്കി ഒരു 5 മിനിറ്റ് നോക്കി 5-10 മിനിറ്റ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇറിറ്റേഷനോ സ്കിന്നിനൊന്നും പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം എനിക്ക് പൊതുവെ പേടിയാണ് ഗൈസ്. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എന്തൊരു സാധനവും മുഖത്തിടാൻ പേടിയാണ്. ഞാൻ മുഖത്തിടുന്നുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിയിട്ടാണ് മുഖത്തിട്ട് നിങ്ങളെ കാണിക്കണത്. അപ്പം ഇവിടെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇറിറ്റേറ്റിംഗ് ഒന്നും ആയിരുന്നില്ല സ്കിന്ന്. അപ്പം ഞാൻ നേരെ ഫേസിലിട്ടപ്പോൾ ഫേസിലിടുമ്പോൾ ചെറിയൊരു ഒരു
പുകയാന്ന് പറയില്ല, ചെറിയൊരു പുകയിലുണ്ട്. പക്ഷെ അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് കഴുകി കളഞ്ഞിട്ട് പൊഞ്ചിനോട് പറഞ്ഞത് നല്ലപോലെ മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അതിട്ട് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിരുന്നു സ്കിന്ന് സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിരുന്നു സ്കിന്ന്. അപ്പോൾ അതെനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അതൊരു സംഭവമാണ്. ഓക്കെ, അടുത്തത് പിന്നെ ഉള്ളത് മേക്കപ്പിൻ്റെ 2 സാധനങ്ങളാണ്. പാലറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ഐ മേക്കപ്പ് ചെയ്യുന്ന പാലറ്റ് ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് പൊഞ്ചി എടുത്തുകൊണ്ട് പോയി. ഇത് പിന്നെ അയ്യോ ഇതെന്നാ പറ്റിയ, അയ്യോ ദൈവമേ, പൊഞ്ചി വരുമ്പോഴത്തേക്ക് ഞാൻ വല്ലതും പൊട്ടിച്ചൊന്നും വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊന്നു കളയും. ഇല്ല, പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഇത് ഒരു ഐ ഷാഡോ പാലറ്റ്, ചോക്ലേറ്റ് ഷെയ്ഡിൻ്റെ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഷെയ്ഡ്സ് എല്ലാം ഇതാണ് വരുന്നത്, കണ്ടോ, ഇതാണ് ഷെയ്ഡ്സ് വരുന്നത്. അപ്പം ഈ പാലറ്റ് എനിക്ക് ഉപകാരപ്പെടാറുണ്ട് ഗൈസ്. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൺസീലർ ഇടും, മുകളിൽ ഇങ്ങനെ ഒന്നെങ്കിൽ ബ്ലഷിൻ്റെ തന്നെ ഇടും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂഡ് കളർ എന്തെങ്കിലും മുകളിലിടും, ജസ്റ്റ് ഭയങ്കര നാച്ചുറലായിട്ട് ലുക്ക് ചെയ്യുന്ന പോലെ. എന്നിട്ട് കുറച്ച് ബ്ലഷ് ഇടും, ഡൺ. ലിപ്സ്റ്റിക്കിൽ നമ്മളൊരു ഇത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നടക്കാറുള്ളത്. ആൻഡ് എനിക്ക് ആ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കാണുമല്ലോ, അപ്പോൾ അവരോട് സംസാരിക്കും. അവർ പറയും ചേച്ചി ഇങ്ങനെയല്ലല്ലോ വീഡിയോസിൽ കാണാമെന്ന് പറയും. അത് ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നെ നേരിട്ട് കാണുമ്പോൾ. എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ് ഇത്. ഓക്കെ, ഇത് ലുമിനിസെൻസിൻ്റെ നമ്മുടെ റെഡ് ലൈറ്റ് സംഭവം ചെയ്യത്തില്ല. നമ്മൾ കുറേ ഇങ്ങനെ ഫോറിനേഴ്സിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു വൈറ്റ് മാസ്ക്, അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ അവരിടയ്ക്ക് വെക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ഒരു വൈറ്റ് കളർ ഫുൾ മാസ്ക് നമ്മുടെ മേത്തിടും. എന്നിട്ട് റെഡ് ലൈറ്റ് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ മുഖത്തേക്ക് എന്ത് ചെയ്യും, റെഡ് ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് ലുമിനി. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ പേര്. ഇത് ഓണാക്കുന്ന പവർ ബട്ടൺ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓണായി, ഒരു വോയിസ് കേട്ടല്ലോ. എന്നിട്ട് പിന്നെ റെഡ് ലൈറ്റ് ആക്കുക, എന്നിട്ട് ഇത് ഊരിക്കഴിഞ്ഞ് ഇവിടെ വെക്കുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും ഗൈസ്. നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? കണ്ടോ, വൈബ്രേറ്റ് ചെയ്ത് കണ്ടില്ലേ? നമ്മുടെ സ്കിന്ന് തൊടുമ്പോഴാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊഞ്ചി എന്നോട് പറഞ്ഞത് ഇതിങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് എങ്ങനെയാന്ന് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പൊഞ്ചീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങളോട് ഞാൻ ഷോർട്സിൽ വല്ലതും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നല്ല സുഖമുണ്ട് ഇങ്ങനെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെവി കൂടെയൊക്കെ ഇങ്ങനെ വരുന്നു അമ്മേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഓഫാക്കാൻ ഞെക്കി പിടിച്ചാൽ തന്നെ മതി. കണ്ടോ, ഡിഫറെൻറ്റ് ലൈറ്റ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു അടിപൊളി സംഭവം അല്ലേ? എനിക്ക് തോന്നിയായിരുന്നു അടിപൊളി സംഭവം എന്നിട്ട്. ഇതിപ്പോൾ ചെവി പൊഞ്ചി ഇത് പറഞ്ഞാൽ പൊഞ്ചിക്ക് ഭയങ്കര നല്ലതാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന നന്നാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടേ എന്താവോ ദൈവമേ, എനിക്ക് വയ്യ. ഓക്കെ, അടുത്ത ഇതുപോലെ തന്നെ ബ്രഷാണ്, ഹെയർ ബ്രഷ്. ഇതും നമ്മുടെ ഇങ്ങനത്തെ റെഡ് ലൈറ്റിൻ്റെ തന്നെയാണ്. നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ലൈറ്റ് കത്തി. നമുക്ക് ഇതിൻ്റെ മോഡ് മാറ്റാം, റെഡാക്കി. ഇപ്പം ഞാൻ മുടി കെട്ടി വെച്ചോണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇതാണ് അതുപോലെ തന്നെ ബ്രഷാണ് കേട്ടോ, അതുപോലെ തന്നെയുള്ള ബ്രഷാണ്, നമ്മുടെ ഫേസ് ചെയ്യുന്ന പോലത്തെ തന്നെയുള്ള ബ്രഷാണ്. ഓക്കെ, ഇവിടെ ഒരു വൈബ്രേഷൻ ബട്ടൺ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തല നമുക്കിങ്ങനെ റെഡ് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മസാജിങ് എഫക്റ്റാണ്. ഓക്കെ, ഒരു മസാജിങ് എഫക്റ്റാണ്, കൂളിംഗ് എഫക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ വൈബ്രേഷൻ ഓഫാക്കി കളയാം. വൈബ്രേഷന് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. ഞെക്കി കഴിഞ്ഞ് ഇങ്ങനെ ഇടവിട്ട് വൈബ്രേറ്റും ചെയ്യും. ഓഫായി. ലൈറ്റ് നമുക്ക് 2 ലൈറ്റാണുള്ളത്, ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും. നമുക്ക് ഓഫാക്കണമെങ്കിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓഫാകും ചെയ്യും. ഇത് ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അരേ വാ, ഇത് ഓഫാക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് നിന്നൊരു പുക പുറത്തേക്ക് വന്നു ഗൈസ്. ഓഫായി. പെട്ടെന്നൊരു നിമിഷത്തേക്ക് ഞാൻ ദൈവമേ എന്തുവാന്നുള്ള രീതിയിലായിരുന്നു, എന്താ ഇതെന്ന്. ഓക്കെ, അടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീനാണ്. ഓക്കെ, 3 സൺസ്ക്രീനാണ്. 4 ഉണ്ടോ? സൺസ്ക്രീനാണോ? അല്ല, 3 സൺസ്ക്രീൻ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലിടുന്ന സൺസ്ക്രീനാണ്. ഇത് സ്പ്രേ ആണ് ബേസിക്കലി. നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
സ്കിന്നിൽ സൺസ്ക്രീൻ തേക്കുന്ന പോലെയാണ്. നമ്മുടെ ഫേസിൽ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം, നമ്മുടെ സ്കിന്നിൽ വേണമെങ്കിൽ കണ്ടോ ഡിഫറൻസ് ഒന്നുമില്ല, കളർ ഡിഫറൻസോ ടിൻറ്റോ ഒന്നുമില്ല, അല്ലാണ്ടുള്ളൊരു സ്പ്രേ ആണ്. അങ്ങനത്തെ 3 മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ 3 മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇത് ലൈക്ക് ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്തു, ഐ തിങ്ക് അമ്മ ഒരെണ്ണം എടുക്കുമായിരിക്കും, പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ തന്നെയായിരിക്കും മിക്കവാറും എടുക്കുന്നുണ്ടാവുക. സോ ഇത് ബേസിക്കലി എന്താ പറയുക, സൺസ്ക്രീൻ ആണ്, പക്ഷേ നല്ല എഫക്റ്റീവാണ്, ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. നമുക്ക് പുറത്താണെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, നമ്മുടെ ഫേസിൽ മാത്രമല്ലേ സൺസ്ക്രീൻ ഇടുള്ളൂ. വിൽ തിങ്ക് ദാറ്റ് ഫേസ് മാത്രം ഇതായാൽ മതി. നല്ല നമ്മുടെ ഹോൾ സ്കിൻ തന്നെ നമ്മൾ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സ്പ്രേ അടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് ഒരു മോയ്സ്ചറൈസർ ഇട്ട ഒരു ഫീലാണ് കേട്ടോ. ലൈക്ക് നോർമൽ സൺസ്ക്രീൻ ഇട്ട ഫീൽ തന്നെയാണ് സ്പ്രേ ചെയ്തിട്ടാണെങ്കിലും. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീൽ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അടുത്തത് വിറ്റമിൻ സി, നോർമലായിട്ടുള്ളൊരു വിറ്റമിൻ സിയുടെ ബോഡി ലൈക്ക് എന്താ പറയുക, മോയ്സ്ചറൈസർ പോലെ തന്നെയാണ്. സോറി, ഇതിൻ്റെ മണം നല്ലതാണ് കണ്ടോ. ഇത്രയും വലിയ മോയ്സ്ചറൈസറാണ്. ഒരിക്കലും ഉപയോഗിച്ചാൽ തീർന്നു പോകരുത് എന്നുള്ള രീതി എനിക്ക് തന്നതാണെന്ന് തോന്നുന്നു. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് മാംഗോ പ്ലസ് വിറ്റമിൻ സി രണ്ടും കൂടെ ഒരുമിച്ചുള്ളതാണ് കണ്ടോ. അപ്പോൾ ഇതാണ് അടുത്തത് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ബാഗിലാക്കി ഇട്ട് വെച്ചതാണ്. പിന്നെ ഉള്ള അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കിട്ടുന്നത് തന്നെയാണ് ലോറിയലിൻ്റെ ഒരു മോയ്സ്ചറൈസർ തന്നെ വേറെ. ഈ മോയ്സ്ചറൈസറാണ് ഞാൻ മറ്റേ റെഡ് പീൽ ചെയ്തില്ല, ആ പീൽ ചെയ്തതിന് ശേഷം ഇട്ടത് ഈ മോയ്സ്ചറൈസറാണ്. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി കൂൾ, ലൈക്ക് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നും ചിലപ്പോൾ ആ പീലെടുത്തിടുമായിരിക്കും, റെഡ് പീൽ, ബ്ലഡ് പീൽ, മുഖമൊക്കെ ഇങ്ങനെ ചോര തെളിഞ്ഞിരിക്കണം അങ്ങനെ. പിന്നെ ഉള്ളത് ആൻറ്റി പിക്കിൾ ന്യൂട്രോജനൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പൊഞ്ചി പറഞ്ഞത് എവിടെയെങ്കിലും നമുക്ക് കുരു വല്ലതും വരുന്നുണ്ടെങ്കിൽ ആ കുരു വരുന്ന സ്ഥലത്ത് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ആ കുരു ലൈക്ക് ഒരു 1 or 2 ഡേയ്സിൽ മേ ബി പോയിരിക്കും. നമ്മൾ പിമ്പിൾ പാച്ച് വെക്കുന്ന പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ മാറ്റിയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആൻറ്റി പിക്കിൾ ന്യൂട്രോജനൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഞാൻ കണ്ടപ്പോൾ ഓർത്ത് ദൈവം എന്നതാ ഇതെന്ന്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നെയിൽ റിമൂവറാണ് കേസ്. നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ, നെയിൽ പോളിഷ് റിമൂവറാണ്. പക്ഷെ ഞാൻ ഈ അടുത്തായിട്ട് ഇങ്ങനെയാണ്. ഞാൻ ഈ അടുത്തായിട്ട് നെയിൽ നീട്ടിയിട്ട് കുറച്ച് കാലമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഖം നീട്ടിയിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ എനിക്ക് നഖം നീട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ നെയിൽ പോളിഷ് അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒന്ന് നഖം നീട്ടി നോക്കിയേക്കാം എന്നുള്ളൊരു തോന്നലായി. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഉടനെ നഖം നീട്ടി തുടങ്ങും, എന്നിട്ട് ഞാൻ നെയിൽ പോളിഷ് ഇടും, എന്നിട്ട് ഇത് വെച്ച് സ്റ്റൈലായിട്ട് റിമൂവ് ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ബേസിക്കലി പൊഞ്ചു കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ലിപ്പ് ലൈനർ പോലത്തെ സെയിം ബ്രാൻഡിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഒരു 5-6 ലിപ്പ് ലൈനർ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സിലിടാം. ഓക്കെ, വൂഫിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു. പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമൊക്കെ ഞാൻ കാണിച്ചു. പക്ഷെ അല്ലാണ്ട് അല്ലറ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇതാണ് ബേസിക്കലി ഈ ബാഗിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം സ്കിൻ കെയറും നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കിൻ കെയർ ഉണ്ട്, ഹെയറിൻ്റെ ആവശ്യമായിട്ടുള്ളതുണ്ട്. ഇത് ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഹെയറിന് ആവശ്യമായിട്ടുള്ളതുണ്ട്. പിന്നെ പെർഫ്യൂംസ് ഉണ്ട്. അങ്ങനെ ഈ പെർഫ്യൂംസ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഞാൻ ഇപ്പം ആൾക്കാർക്ക് ഡിഫറെൻ്റ് പെർഫ്യൂം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാത്തിൻ്റെ അകത്തുനിന്നും പെർഫ്യൂം എടുക്കും. അങ്ങനെയാണ്, എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് എല്ലാ മണവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സാധനം, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആക്ച്വലി സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ കാറ്റഗറിയിൽ വരുന്നതാണ്. മേക്കപ്പ് അങ്ങനത്തെ ഐറ്റംസിൽ. ബിക്കോസ് ഞാൻ പറഞ്ഞതൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്ന് പുറത്തത്തെ ട്രൈ ചെയ്യണമെന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പൊഞ്ചി ഇതൊക്കെ കൊണ്ടുവന്നത്. ഈ ഓറഞ്ച് പീലാണെങ്കിലും നമ്മുടെ ലൈനർ ആണെങ്കിലും. അപ്പം ഇത്രയാണ് നമ്മുടെ നിങ്ങൾ ചോദിച്ച ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെ. ഇനിയും ബാക്കിയുണ്ട്, അത് ഞാൻ ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പം ഐ തിങ്ക് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, ഇപ്പോൾ കാണിച്ച പ്രൊഡക്ട്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താ പറയുക, റെസ്പെക്റ്റ്ഫുള്ളി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ആൻഡ് നമ്മൾ 200K അടിക്കാൻ പോവാണ്. അപ്പോൾ 200K അടിക്കാൻ പോകുന്ന സ്പെഷ്യലായിട്ട് ഞാനിങ്ങനെ ആലോചിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒക്കെ സെറ്റാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ലവ് യു ഓൾ, ലവ് യു. രശ്മിക മന്ദാന പറഞ്ഞ പോലെ ഐ ലവ് യു ഈവൻ ഇഫ് യു ലവ് മീ ഓർ ഹേറ്റ് മീ, ഐ എം ഗോണ ലവ് യു. അത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പം സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.